നമ്മൾ ഇന്ന് പോകുന്നത് മലമ്പുഴ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓണം പ്രമാണിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാൻ പോവാന്ന് വിചാരിച്ചപ്പോൾ അന്ന് നല്ല മഴയായിരുന്നു. മഴ കാരണം പോണോ പോണ്ടേന്നൊക്കെ രണ്ട് മനസ്സായിരുന്നു. എന്നായാലും മുന്നോട്ട് വെച്ച കാര്യം പുറകോട്ടില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. എന്തായാലും മഴ നമ്മളെ വല്ലാതെ ചതിച്ചൊന്നുമില്ല, എവിടെയും കയറി നിൽക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ല. അങ്ങനെ നമ്മൾ മലമ്പുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഓണമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫാമിലി ഫുള്ള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ മലമ്പുഴ ഗാർഡൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എൻട്രൻസിൻ്റെ അവിടെയൊക്കെ കയറാൻ തന്നെ കുറേ നേരം ടൈം എടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ അതിൻ്റെ അകത്തോട്ടൊക്കെ കയറിയിട്ടുണ്ട്. മഴ ഉണ്ടായിരുന്നു, ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ തോർന്ന ശേഷമാണ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയത്. അകത്ത് ചെന്നപ്പോൾ പിന്നെ കുട്ടികൾ ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. വിശാലമായി കിടക്കുന്ന സ്ഥലമായിരുന്നല്ലോ, അപ്പോൾ അത് തന്നെ അവർക്ക് കളിക്കാനൊക്കെ നല്ലൊരു സ്ഥലമായിരുന്നു അത്. ഞങ്ങൾ മെയിനായിട്ട് പോയത് കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ചിൽഡ്രൻസ് പാർക്ക് അവിടെ ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അവിടെ ചെല്ലാൻ പറ്റിയില്ല. പിന്നെ സ്നേക്ക് പാർക്കിലൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പോകുമ്പോൾ തന്നെ നല്ല ലേറ്റായിരുന്നു. ഏകദേശം 5 മണി 5:30 ആയിരുന്നു അവിടെ എത്തുമ്പോൾ തന്നെ. പിന്നെ ഒരുപാട് ലേറ്റ് ആയത് കാരണം നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഗാർഡൻ മാത്രം ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. കുറേ ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ നടന്ന് കാണാണ് ഉണ്ടായത് കേട്ടോ. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്ന പോലെയല്ല, കുട്ടികളെയും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇതൊക്കെ അവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. പിന്നെ നമ്മൾ തൂക്കുപാലത്തിൽ കയറി. പിന്നെ അവിടെ ഡാം തുറന്നതാണോ എന്താണെന്ന് അറിയില്ല, വെള്ളം പോകുന്നുണ്ടായിരുന്നു. നല്ല ഫോഴ്സിലാണ് വെള്ളം പോയിരുന്നു. അതിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു. നല്ല വലിയ ശബ്ദമായിരുന്നു ആ വെള്ളം വീഴുന്ന ഒരു സൗണ്ട്. നല്ല സ്പീഡിലാണ് വെള്ളം പോകുന്നുണ്ടായിരുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറിയത് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ അവിടെ അതിൻ്റെ മുകളിലൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നല്ല ഇരുട്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത്. അത്യാവശ്യം നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു, രാത്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇനിയുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.